Okay, happy evening. എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. Edu Skills, OET Made Easy, OET ആസ്വദിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക, അത് ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക്, ഏറ്റവും അധികം ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന OET ആസ്പിരൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരാൾ പോലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം OET എഴുതാൻ സാധിക്കാതെ പോകരുത്. അങ്ങനെയുള്ള പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് Edu Skills സേവനം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കാം. നമ്മുടെ Edu Skillsന്റെ എല്ലാ പ്രോഗ്രാംസും, എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഏത് രീതിയിലുള്ള ഫീസും നമ്മൾ ഈടാക്കുന്നില്ല. OET Reading Skills, Occupational English Test 2.0, Reading Part B. Focus on strategy, signpost clues. ഈ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ Q&A സമയത്ത് ചോദിക്കാവുന്നതാണ്, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസിൽ നമ്മൾ പറയുന്ന ഫോക്കസ് ഓൺ ദ പാരഗ്രാഫ് സ്ട്രക്ചർ. പാരഗ്രാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോപ്പിക് സെന്റൻസ്, സപ്പോർട്ടിംഗ് സെന്റൻസ്, ഡെവലപ്പിംഗ് സെന്റൻസ്, ലിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് ടോപ്പിക് സെന്റൻസ്, ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ്. ജിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ ക്വസ്റ്റ്യൻസിന് ടോപ്പിക് സെന്റൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇഗ്നോർ ദ സബ്ജക്ട് കോംപ്ലിമെന്റ്സ്, ആ കോമാഡ് ഇടയ്ക്ക് വരുന്ന എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കാതലായ ആശയം ഉൾക്കൊള്ളാനും സാധിക്കും. ലുക്ക് ഫോർ ഒപ്പീനിയൻസ് ആഫ്റ്റർ ദ കോൺട്രാസ്റ്റ് വേർഡ്, അതായത് എക്സെപ്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോഴായിരിക്കും ആൻസർ വരിക, പ്രത്യേകിച്ച് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ്. ഫോക്കസ് ഓൺ സ്കെയിൽ എക്സ്പ്രഷൻസ്, നമുക്കറിയാം സ്കെയില് പ്രധാനപ്പെട്ടാണ്. ലുക്ക് ഫോർ ഹെഡ്ജിങ് വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ഹെഡ്ജിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കീ വേർഡ്സ്, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലുള്ള കീ വേർഡ്സ് ശ്രദ്ധിക്കുക. ലുക്ക് ഫോർ സിനോണിമസ് ലാംഗ്വേജ് ആൻഡ് പാരാഫ്രൈസിംഗ്. ലുക്ക് ഫോർ മോഡൽ വെർബ്സ്. ലുക്ക് ഫോർ കോസ് ആൻഡ് ഇഫക്ട് ലാംഗ്വേജ്. ലുക്ക് ഫോർ നമ്പേഴ്സ് ഓർ പെർസെന്റേജ്. ലുക്ക് ഫോർ കമ്പാരിസൺ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റ് 1. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. Comma 1. This guideline extract says that the nurse in charge must supervise the opening of the controlled drug cupboard, should make sure that all ward cupboard keys are kept together, can delegate responsibility for the cupboard keys to another ward, medicine cupboard keys. The keys for the controlled drug cupboard are the responsibility of the nurse in charge. They may be passed to a registered nurse in order for them to carry out their duties and return to the nurse in charge. If the keys for the controlled drug cupboard go missing, the locks must be changed, and pharmacy informed, and an incident form completed. The controlled drug cupboard keys should be kept separately from the main body of keys. Apart from in exceptional circumstances, the keys should not leave the ward or department. If necessary, the nurse in charge should arrange for the keys to be held in a neighboring ward or department by the nurse in charge there. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹെഡ്ജിങ് വേർഡ് അല്ലെങ്കിൽ കീ വേർഡ് അല്ലെങ്കിൽ മെയിൻ വേർഡ് എന്താണ്? ദിസ് ഗൈഡ്ലൈൻ എക്സ്ട്രാക്ട് സേസ് ദാറ്റ് ദ നഴ്സ് ഇൻ ചാർജ് എന്നുള്ളതാണ്. ദ നഴ്സ് ഇൻ ചാർജ് ആണ് ഹെഡ്ജിങ് വേർഡ് എന്ന് പറയുന്നത്. മെയിൻ ആരാണ് ചെയ്യേണ്ടത്? അപ്പൊ മസ്റ്റ് സൂപ്പർവൈസ് ദി ഓപ്പണിംഗ് ഓഫ് ദി കൺട്രോൾ ഡ്രഗ് കപ്ബോർഡ്. ഈ ആൻസർ ഓപ്ഷൻസിൽ എന്താണ് ഹെഡ്ജിങ് വേർഡ് അല്ലെങ്കിൽ കീ വേർഡ് എന്ന് പറയാൻ പറ്റുമോ? ഗൈഡ്ലൈൻ ആണ്. ഗൈഡ്ലൈൻ എക്സ്ട്രാക്ട് സേസ് ദാറ്റ് ദ നഴ്സ് ഇൻ ചാർജ് മസ്റ്റ് സൂപ്പർവൈസ്, അല്ലെങ്കിൽ സൂപ്പർവൈസ് എന്നുള്ളതാണ് കീവേഡ്, കപ്ബോർഡ് എന്നുള്ളതല്ല കേട്ടോ. അതാണ് സൂപ്പർവൈസ് എന്നാണ് പറയുന്നത്, അല്ലെ? സൂപ്പർവൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ മെയിൻ അതാണ്, അല്ലാണ്ട് കളക്ടഡ് ഡ്രഗ് കപ്ബോർഡ് എന്നുള്ളതല്ല. രണ്ടാമത്തെ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ വാർഡ് കപ്ബോർഡ് കീസ് ആർ കെപ്റ്റ് ടുഗെദർ. കീസ് ആർ കെപ്റ്റ് ടുഗെദർ എന്നുള്ളതാണ് ഇവിടെ കോൺസെപ്റ്റ്. മൂന്നാമത്തേലോ Delegate responsibility. About keys to another. Can delegate. Delegate എന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഇതാണ് കീ ആശയം. ഇതാണ് നമ്മൾ വായിക്കുമ്പോഴേ മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറയുന്നത്. ഡ്രഗ് കപ്ബോർഡ് എന്ന് ആദ്യത്തെ കാര്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവിടെ പറയുന്നത് സൂപ്പർവൈസ്, ഒരു നഴ്സിംഗ് ചാർജ് എന്താണ് ചെയ്യുന്നത്? സൂപ്പർവൈസ് ചെയ്യുക, കീ എല്ലാം ഒരുമിച്ച് വെക്കുക, അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്വം ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴേ മ്യൂട്ട് ചെയ്യണേ നിങ്ങളുടെ ഓഡിയോ. അപ്പൊ ഇവിടെ മെഡിസിൻ കപ്ബോർഡ് കീസ്, ഇതിനകത്ത് കാതലായ ആശയനാണ് മെയിൻ വേർഡ്. കീ വേർഡ് എന്താണ്? ഇപ്പൊ നമ്മുടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ദ കീസ് ഫോർ ദ കൺട്രോൾ ഡ്രഗ് കപ്ബോർഡ് ആർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നഴ്സ് ഇൻ ചാർജ്. നഴ്സ് ഇൻ ചാർജിന്റെ ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കീ, നമ്മുടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫിന്റെ മെയിൻ ആശയം അവിടെയാണുള്ളത്, അല്ലെ? അപ്പം ഇതിനകത്ത് കീ വേർഡ് എന്താണ്, അല്ലെ മെയിൻ വേർഡ് എന്താണ്?
The key. The keys. The key. Keys ആണ് മെയിൻ വേർഡ്. ഓക്കെ, അത് കഴിഞ്ഞാലോ? Responsibility. Responsibility. Responsibility of the The nurse nurse. ward in charge. charge. Yeah, responsible nurse in charge ആണ് കൺട്രോളിങ് ഐഡിയ എന്ന് നമ്മൾ പറയും അല്ലെ? Yes. കൺട്രോളിങ് ഐഡിയ. അപ്പം ഇവിടെ ഈ ടോപ്പിക് സെന്റൻസ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാകും ചോദ്യം എന്താണ് ഈ ആളുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എവിടെയെങ്കിലും ആൻസർ നിങ്ങൾക്ക് കണ്ടുകിട്ടി, ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായോ? കീസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ബി എലിമിനേറ്റ് ചെയ്യാം. ഉവ്വ. അതല്ലാണ്ട് സൂപ്പർവൈസിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, സി ആണ് ആൻസർ. സൂപ്പർവൈസിങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സി എവിടെയാണുള്ളതെന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് സെന്റൻസ്. ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ? കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇഫ് നെസസറി the nurse in charge should arrange for the keys to be held in a neighboring ward. Another ward എന്നുള്ളതിന് another ward എന്നുള്ളതിന്റെ synonymous expression ആണ് neighboring ward. Okay, held for can delegate. Arrange for the keys to be held. To be held എന്ന് പറഞ്ഞ് delegate എന്നുള്ളതാണ്. Keys to be held എന്ന് പറഞ്ഞ delegate, അതായത് മറ്റൊരാളെ ഏൽപ്പിക്കുക. Can delegate. Responsibility of keys. അപ്പൊ അത് ഡയറക്റ്റ് ആൻസർ ആണ്, അതിനകത്ത് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല അല്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. അതിന് മുമ്പ് ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്, അതായത് ഇവിടെ വേറൊരു ഓപ്ഷൻ എന്താ ഉള്ളത്? രണ്ടാമത്തെ എലിമിനേറ്റ് ചെയ്യാൻ ഇത് അബ്സല്യൂട്ട് ആണ് അല്ലെ? ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ വാർഡ് കപ്ലോഡ് കീസ്. ഓൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനാൽ തന്നെ സെർച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ അപ്പാർട്ട് ഫ്രം ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസും ഇത് തന്നെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള കീ ഷുഡ് നോട്ട് ലീവ് ദ വാർഡ് ഓർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ കൊടുക്കാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സെന്റൻസും ആൻസർ തന്നെ പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. യെസ്. അപ്പൊ ടെക്സ്റ്റ് 2. When seeking consent for a post-mortem examination, it is necessary to give a valid reason for conducting it. B. Allow all relatives the opportunity to decline it. C. Only raise the subject after death has occurred. Post-mortem consent. A senior member of the clinical team, preferably the consultant in charge of the care, should raise the possibility of a post-mortem examination with the most appropriate person to give consent. The person consenting will need an explanation of the reasons for the post-mortem examination and what it hopes to achieve. The first approach should be made as soon as it is apparent that a post-mortem examination may be desirable, as there is no need to wait until the patient has died. Many relatives are more prepared for the consenting procedure if they have had time to think about it beforehand. ഇവിടെ ഹെഡ്ജിങ് വേർഡ് എന്താന്ന് പറയാം? വെൻ സീക്കിംഗ് കൺസെന്റ് ഫോർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഇറ്റ് ഈസ് നെസസറി ടു. ഹെഡ്ജിങ് വേർഡ്സ് എന്താണ്? മെയിൻ വേർഡ്സ് കൺസെന്റ് ആണ് അല്ലെങ്കിൽ സീക്കിംഗ് കൺസെന്റ്. ഓക്കെ, അതാണ് മെയിൻ ഹെഡ്ജിങ് വേർഡ് എന്ന് പറയുന്നത്. ഗീവ് വാലിഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ഇറ്റ്. അലോ ഓൾ റിലേറ്റീവ്സ്. വല്ല പ്രശ്നമുണ്ടോ ഇവിടെ? അബ്സല്യൂട്ട് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അന്നേരം എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ ഉറപ്പിക്കുന്നില്ല, പിന്നീട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. നമ്മളിപ്പോ എലിമിനേറ്റ് ചെയ്ത് അബ്സല്യൂട്ട് കണ്ടുകൊണ്ട്. ഓക്കെ, ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ഡെത്ത്. ഓൺലി, അതെന്താണ്? അബ്സല്യൂട്ട്. അപ്പൊ എന്ത് ചെയ്യണം? പിന്നിപ്പം പാരാഗ്രാഫ് വായിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ മെത്തഡ് QAT ആണ്, നമുക്കറിയാം. ക്വസ്റ്റ്യൻ, ആൻസർ, അത് കഴിഞ്ഞ് ടെക്സ്റ്റ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ വായിച്ചു, ആൻസർ ഉറപ്പായ പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് കൺഫേം ചെയ്തോ. ഓക്കെ, അതായത് ഇവിടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇവിടെ സീനിയർ മെമ്പർ ഓഫ് ദ ക്ലിനിക്കൽ ടീം, ഈ കോമ കഴിഞ്ഞുള്ളത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ് അല്ലെ? അപ്പൊ അതിനെ എളുപ്പത്തിന് വേണ്ടി അതിനെ ഇഗ്നോർ ചെയ്യുക, അതിനെ അങ്ങ് വിട്ടേക്കുക, അത് വായിക്കണ്ട. അത് വായിക്കാതെ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ആശയം കിട്ടും. A senior member of the clinical team should raise the possibility of a post-mortem examination with the most appropriate person to give consent. A senior member of the clinical team should raise the possibility of a post-mortem examination with the most appropriate person to give consent. ഇതാണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ? ടോപ്പിക് സെന്റൻസ്. അപ്പൊ അതിനകത്ത് ഇഗ്നോർ ചെയ്യാനുള്ള ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ should raise a post-mortem examination with the person. അപ്പൊ the person consenting will need an explanation of the reasons for the post-mortem examination
and what it hopes to achieve. Answer എവിടെയാണുള്ളത്? Will Hello? need an explanation of. The person consenting will need an explanation. Yeah. Explanation of reasons. ഇതാണ് ആൻസർ അല്ലേ? നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എലിമിനേഷനിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലിയർ അല്ലേ, ഇതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. എലിമിനേഷൻ മെത്തഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എലിമിനേഷൻ മെത്തഡിനെ കുറിച്ച് എഡ്യൂ സ്കില്ലിൽ നമ്മൾ ഒരു സെഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 7 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് അബ്സല്യൂട്ട്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ 99% പറയുന്നുള്ളൂ, എക്സെപ്ഷൻസ് പാടില്ലായില്ല, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു 10-20 മെറ്റീരിയൽ ചെയ്യുമ്പോൾ എല്ലാ എലിമിനേഷനും ഇതുപോലെ കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയല്ലേ, പിന്നെ നിങ്ങൾ വായിക്കാൻ പോകേണ്ട ആവശ്യം വരികയല്ല, ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യം വരികയല്ല. അങ്ങനെയാണ് നിങ്ങൾ ടൈമിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഇവിടെ വേറൊന്ന് കൊടുത്തിരിക്കുന്നത് നോ നീഡ് ടു വെയിറ്റ് അൺടിൽ ദ പേഷ്യന്റ് ഹാസ് ഡൈഡ്. അതേതാണ്? ഇവിടെ മൂന്നാമത്തെ ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ഡെത്ത് ഹാസ് ഒക്കേർഡ്. ഓക്കെ, അപ്പൊ അത് നോ നീഡ് ടു വെയിറ്റ് അൺടിൽ ദ പേഷ്യന്റ് ഹാസ് ഡൈഡ്. അതൊക്കെ ബാക്കി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുള്ള സംശയമുള്ളപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് അല്ലേ, അല്ലാത്തപ്പോൾ പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടെക്സ്റ്റ് 3 ആണ്, പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഓൺ ദ ജിസ്റ്റ്, അതായത് ജിസ്റ്റ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, ദ പർപ്പസ് ഓഫ് ദീസ് നോട്ട്സ് അബൌട്ട് ദി ഇൻസിനറേറ്റർ ഈസ് ടു. ഓക്കെ, ഇനി നിങ്ങൾ ഈ ആഴ്ച ചെയ്ത മറ്റ് വർക്കിൽ നിന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടുപിടിച്ച് 2-3 ഈ ആഴ്ച നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിനകത്ത് തന്നെ ഉള്ള ചോദ്യങ്ങളാണ് ഇത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡയഗ്നോസ്റ്റിക് പ്ലൂറൽ ഈസ് ടു ദ പർപ്പസ് ഓഫ് ദീസ് നോട്ട്സ് അബൌട്ട് എന്ന് പറഞ്ഞുള്ളത്. ഇവിടെ അബൌട്ട് ആണ്, ഇവിടെ അബൌട്ട് ആണ്, ഇവിടെ അബൌട്ട് ആണ്. ദ പർപ്പസ് ഓഫ് ദിസ് മെയിൽ ഈസ് ടു. അപ്പൊ ഇത് 3 പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. പക്ഷെ ഞാൻ മറ്റേ എക്സാമ്പിൾ എടുത്ത്, അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഏത് ടെക്സ്റ്റ് വന്നാലും ചോദ്യങ്ങളുടെ അപ്രോച്ച് ഒരേപോലെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങൾ വരികയില്ല, ടോപ്പിക് മാറുന്നത് മാത്രമേ ഉള്ളൂ. 3. The purpose of these notes about an incinerator is to help maximize its efficiency. B. Give guidance on certain safety procedures. C. Recommend a procedure for waste separation. Low-cost incinerator. General operating notes. 3. 2. 1. Hospital waste management. Materials with high fuel values such as plastics, paper, card and dry textile will help maintain high incineration temperature. If possible, a good mix of waste materials should be added with each batch. This can best be achieved by having the various types of waste material loaded into separate bags at source, that is wards and laboratories, and clearly labelled. It is not recommended that the operator sorts and mixes waste prior to incineration, as this is potentially hazardous. If possible, some plastic materials should be added with each batch of waste, as this burns at high temperatures. However, care and judgment will be needed, as too much plastic will create dense dark smoke. Okay. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ദ പർപ്പസ് ഓഫ് ദീസ് നോട്ട്സ് അബൌട്ട് എന്നാണ്. ഇതിനകത്തുള്ള മെയിൻ ആശയം എന്താണ്? ഹെഡ്ജിങ് വേർഡ് അബൌട്ട് ആൻഡ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അബൌട്ട് എന്ന് ആരെ കുറിച്ചാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കേട്ടോ. അത് മാറിപ്പോകരുത്. അത് മാറിപ്പോയാൽ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പല മെറ്റീരിയലിൽ നിന്ന് ഞാൻ 2-3 ചോദ്യം എടുത്ത് ഇവിടെ കാണിച്ചതിന് മുമ്പ്, അപ്പോൾ അതിലൊക്കെ ഇതേ ആശയമാണ് വരുന്നത്. അപ്പം അബൌട്ട് ഇൻസിനറേറ്ററിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരികയില്ല. അപ്പൊ ഇവിടെ ഇതിലേക്ക് വരുമ്പം മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് സച്ച് ആസ്, അതായത് എക്സാമ്പിൾസ് വരുന്നത് എന്ത് ചെയ്യാം? ഡ്രൈ ടെക്സ്റ്റൈൽ. അതെന്താ ചെയ്യേണ്ടത്? ഇഗ്നോർ ചെയ്യുക. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന സംഭവം ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. ഈ ടോപ്പിക് സെന്റൻസ് ഞാൻ പറഞ്ഞു, ഇത് ടോപ്പിക് സെന്റൻസ് ബേസ്ഡ്, ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് ഓർ ജിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ടോപ്പിക് സെന്റൻസിന് എന്താ മനസ്സിലാവുക? മെറ്റീരിയൽസ് വിത്ത് ഹൈ ലെവൽ വാല്യൂസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. അബൌട്ട് ആൻ ഇൻസിനറേറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അബൌട്ട് ആകുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണ്? ഇവിടെ ഒന്ന് എഫിഷ്യൻസി ആണ് കീവേഡ്. വേറെ എന്താണ്? ഗൈഡൻസ് ഓൺ സർട്ടൻ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ഗൈഡൻസ് ആണ്.
ഓക്കെ. മൂന്നാമത്തെ എന്താണ്? procedure. റെക്കമെൻഡ് പ്രൊസീജിയർ. അതൊക്കെ അബൌട്ട് ആണോ? ഇൻസിനറേറ്ററെ കുറിച്ചാണോ? വേസ്റ്റ് സെപ്പറേഷൻ എന്നുള്ളത് വേറൊരു എൻറ്റയർലി വേറൊരു കോൺസെപ്റ്റ് അല്ലേ? വേസ്റ്റ് സെപ്പറേഷൻ ഈ പറയുന്ന ഇൻസിനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, വേറൊരു കോൺസെപ്റ്റാ. അതുപോലെ തന്നെ ഗീവ് ഗൈഡൻസ് ഓൺ സർട്ടൺ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഇൻസിനറേഷനും ആ കോൺസെപ്റ്റ് അല്ല, വേറൊരു കോൺസെപ്റ്റ് അല്ലേ? അതായത് ഞാൻ നിങ്ങളെ പറഞ്ഞപ്പോൾ പാരാഗ്രാഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ടോപ്പിക്കില് ഒരു പാരാഗ്രാഫിൽ ഒരു ടോപ്പിക്കേ വരുള്ളൂ, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടോ അത് മാത്രമേ വരുള്ളൂ. അപ്പം അബൌട്ട് ആൻ ഇൻസിനറേറ്റർ, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും വരികയല്ല, വ്യക്തിയെ കുറിച്ച് വരുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞത് മഹാത്മാഗാന്ധിജി ഇസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് പറഞ്ഞ ഫാദർ എന്നുള്ളത് ആ കീവേഡ്. എന്തുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്? ആ പിതാവ് എന്നുള്ളതാണ് കീവേഡ്. അതിനെ മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഗാന്ധിജി എവിടെ ജനിച്ചെന്നോ ബാക്കി കാര്യങ്ങളൊന്നും അവിടെ എവിടെ വിദ്യാഭ്യാസം നേടിയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ പാരഗ്രാഫിൽ പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായ കോമ്പിറ്റൻസി നിങ്ങൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയണത് കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് രണ്ടും വേറെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ടോപ്പിക് സെന്റൻസ് പറയുന്നത് മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. അപ്പം ഈ അവിടെ എന്താണ് മൂന്നാമത് ഓപ്ഷനുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, ഹെൽപ്പ് മാക്സിമൈസ് എഫിഷ്യൻസി. അപ്പൊ ഇത് കഴിഞ്ഞ് പറയുന്ന മുഴുവൻ എന്താണ്? എ ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച്. അതായത് ഈ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഈ ടോപ്പിക് സെൻസിൽ പറയുന്ന ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പം ഈ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ റീസൈക്കിൾ ചെയ്യുന്നതല്ലേ. അപ്പം ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്, ഇൻസിനറേറ്ററെ കുറിച്ചല്ല. ഈ പറയുന്ന ടോപ്പിക് സെന്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ എന്നുള്ളതാണ് കൺട്രോളിങ് ഐഡിയ. അതെങ്ങനെ സാധ്യമാകും എന്നാണ് ബാക്കി കാര്യങ്ങളിൽ പറയുന്നത്. ഇഫ് പോസിബിൾ എ ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച്. ഒരു മിക്സർ, വേസ്റ്റിന്റെ മിക്സ് ആഡ് ചെയ്യണം എന്ന് പറയുന്നു. അതെങ്ങനെയാ വേസ്റ്റിന്റെ മിക്സ് എങ്ങനെയാ കിട്ടുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വീണ്ടും. ദിസ് ക്യാൻ ബെസ്റ്റ് ബി അച്ചീവ്ഡ് ബൈ having the various types of waste material loaded into separate bags at source, that is wards and laboratories can clearly labeled. അപ്പം ഈ രണ്ടാമത്തെ സപ്പോർട്ടിംഗ് സെന്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് മൂന്നാമത്തെ സെന്റൻസ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ദാറ്റ് ദി ഓപ്പറേറ്റർ സോർട്സ് ആൻഡ് മിക്സ്. ആരാണ് ചെയ്യേണ്ടത്? ഇന്നയാൾ ചെയ്യരുതെന്ന് പറയുന്നു. ഇറ്റ് ഇസ് പോസിബിൾ സം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച് ഓഫ് വേസ്റ്റ്. അതായത് കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ അത് ബേൺ ചെയ്യും, അത് സഹായകമാണ്. അപ്പൊ ഇതിന് ഈ ഒരു ടോപ്പിക് സെന്റൻസ് തന്നെയാണ് ഇവിടെ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് the purpose of these notes about an incineration is to help maximize its efficiency. അതായത് ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാവുന്ന എങ്ങനെയാണെന്നാണ് മുഴുവൻ പാരാഗ്രാഫും പറയുന്നത്. അതാണ് ഈ ടോപ്പിക് സെന്റൻസ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ജനറൽ കോമ്പിറ്റൻസി ഹൈക്ക് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം, കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? നാലാമത്തെ ടെക്സ്റ്റ് കീവേഡ് ബേസ്ഡ് അല്ലെങ്കിൽ അബൌട്ട് ക്വസ്റ്റ്യൻസ്, ഫോക്കസ് ഓൺ ദ കീവേഡ്. വീണ്ടും അബൌട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വായിച്ചേ. Subject behavior of nurse. Question: what does this manual tell us about Shilpa's behavior? A. Nurses should be a model to others. B. Shilpa is very kind and helpful to all the patients. C. Doctors should be available to the patients all the time. ഇവിടെ അബൌട്ട് ഉണ്ട് അല്ലെ. വീണ്ടും ഇവിടെ എന്നാണ് പ്രധാനപ്പെട്ടത്? അബൌട്ട് ശില്പാസ് ബിഹേവിയർ. ഈ ചോദ്യം ചോദിക്കുന്നത് ശില്പയുടെ ബിഹേവിയറിനെ കുറിച്ച്, ശില്പ എന്ന് പറയുന്ന ഒരു നഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സാണ്. അപ്പൊ രണ്ട് നേഴ്സ് എന്നുള്ളത് അന്നേരം എക്സ്ക്ലൂഡ് ആവും അല്ലെ, പ്ലൂറൽ ആണ്. മൂന്നാമത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്ന്. ഇവിടെ ശില്പ എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. കാരണം മറ്റേത് ഒന്ന് പറയുന്നത് നഴ്സസിനെ ജനറൽ ആയിട്ടാണ്, അവരുടെ ജനറൽ ബിഹേവിയറിനെ കുറിച്ചാണ്, ഒരു നഴ്സിനെ കുറിച്ചല്ല, ശില്പയെ കുറിച്ചല്ല. മൂന്നാമത്തേത് പറയുന്നത് ഡോക്ടേഴ്സ് ഷുഡ് ബി അവൈലബിൾ ടു ദ പേഷ്യൻസ് ഓൾ ദ ടൈം. അപ്പം ഇത്രയും ക്ലിയർ ആയിട്ടാണ് ചോദ്യങ്ങൾ കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഒന്ന് വായിച്ചായിരിക്കും. നാലാമത്തെ ചോദ്യം. What does this manual tell us about spacer devices? A. Option A. Patient should try out a number of devices with their inhaler. Option B. They enable a patient to receive more of the
prescribed medicine. Option C, children should be given spaces which are smaller than those for adult. ഇവിടെ ഏതാണ് ഹെഡ്ജിങ് വേർഡ്? വാട്ട് ഡസ് ദിസ് മാനുവൽ ടെൽ us about About spacer Spacer devices. devices. about Spacer spacer device. devices. അതിനകത്തും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് about എന്നുള്ളതാണ്. About. ഇപ്പൊ about ശില്പ എന്ന് പറഞ്ഞ പോലെ തന്നെ about spacer devices ആണ്. അപ്പൊ ഈ ചോദ്യം എങ്ങനെയുള്ള ചോദ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഫോക്കസ് ഓൺ ദ കീവേഡ് ആണ് കേട്ടോ. കീവേഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അബൌട്ട് ക്വസ്റ്റ്യൻസ് കീവേഡിനെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് സ്പേസർ ഡിവൈസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ വായിച്ച് പേഷ്യന്റ് ഷുഡ് ട്രൈ ടു, ഇതാരെ കുറിച്ച് പറയുന്നത്? ഇതാരെ കുറിച്ച് പറയുന്നത്? പേഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, ഇത് പേഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. They enable a patient to receive more of the prescribed medications. And ഇത് ചിൽഡ്രനെ കുറിച്ചാണ് പറയുന്നത്. Children should be given spaces which are, അപ്പം ഇത് രണ്ടും അവിടെ തന്നെ എലിമിനേറ്റഡ് അല്ലേ? പിന്നെ നമ്മൾ പാരാഗ്രാഫ് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ വായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ വായിച്ചോ. പക്ഷെ ഇത്രയും ക്ലീൻ ആണ് നമ്മുടെ ആൻസറുകൾ, ഇത്രയും ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ കോമ്പിറ്റൻസി നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാല്. കാരണം അബൌട്ട് സ്പേസർ ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. അത് കീവേഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എവിടെയാണ് കീവേഡ്? ഇത് കണ്ടോ, നിങ്ങളുടെ മറ്റ് ഒരു മെറ്റീരിയലിൽ നിന്ന്, ഈ ആഴ്ച തന്ന മെറ്റീരിയലിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത ഒരെണ്ണമാണ്. ദ നോട്ടീസ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പറയുന്ന മെറ്റീരിയൽ ഒന്നും ഞാൻ വേറെ സെലക്ട് ചെയ്തല്ല. ഈ ആഴ്ച നിങ്ങൾക്ക് തന്ന ഇതിൽ നിന്ന് സൗമ്യക്ഷേമ അയച്ചു തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുക ചെയ്ത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കേൾക്കാം കേട്ടോ. കീവേഡ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ മെറ്റീരിയൽ കയ്യിൽ കരുതുകയാണ് നല്ലത് കേട്ടോ. സാധിക്കുമെങ്കിൽ നിങ്ങൾ സെഷന് വരുമ്പം നിങ്ങൾ ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുകയാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ കീവേഡ് സ്പേസർ ഡിവൈസ് എന്നുള്ള ആ കീവേഡ് എന്ന് പറഞ്ഞു അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ സർക്കിൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, എത്ര പ്രാവശ്യം ഉണ്ടെന്ന്. യെസ്. 4. What does this manual tell us about spacer devices? Patients should try out a number of devices with their inhaler. B. They enable a patient to receive more of the prescribed medicine. C. Children should be given spaces which are smaller than those for adults. Manual extract. Spacer devices for asthma patients. Spacer devices remove the need for coordination between actuation of a pressurized metered close inhaler and inhalation. In addition, the device allows more time for evaporation of the propellant so that a larger proportion of the particles can be inhaled and deposited in the lungs. Spacer devices are particularly useful for patients with poor inhalation technique, for children, for patients requiring higher doses, for nocturnal asthma, and for patients prone to candidiasis with inhaled corticosteroids. The size of the spacer is important, the larger spacers with a one-way valve being most effective. It is important to prescribe a spacer device that is compatible with a metered dose inhaler. Spacer devices should not be regarded as interchangeable. Patients should be advised not to switch between spacer devices. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കീ വേർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കീ ഫ്രേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പാരഗ്രാഫിൽ. ഏതാണെന്ന് നമുക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒന്ന് നോക്കിക്കേ. വാട്ട് ഡസ് ദിസ് മാനുവൽ ടെൽ us അബൌട്ട് സ്പേസർ ഡിവൈസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കോൺസെപ്റ്റ് ഇവിടെ ആദ്യത്തെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പേഷ്യൻസിനെ കുറിച്ച്. അപ്പൊ അത് സ്പേസർ ഡിവൈസിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞല്ലേ. മൂന്നാമത്തെ എന്താ പറയുന്നത്? ചിൽഡ്രനെ കുറിച്ച്. അപ്പൊ പിന്നെ നമ്മൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ആൻസർ ടിക്ക് ചെയ്ത് പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് പോയാൽ മതി. പിന്നീട് സമയം ബാക്കിയുള്ളത് കൊണ്ട് തിരിച്ചു വന്ന് നമുക്കത് ഒന്ന് പുറത്തും വായിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ സ്പേസർ ഡിവൈസസ് എന്നുള്ളത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട്? 6 to 7 times. 7 times. അപ്പൊ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായി പറയണത്. ഇപ്പൊ സ്പേസർ ഡിവൈസസ് ഇവിടെ ഉണ്ട്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ സ്പേസർ ഡിവൈസ് ആണ്. Spacer devices are particularly. സ്പേസർ ഡിവൈസസ് ഇവിടെ ഉണ്ട്. പിന്നെ The size of the spacer. The size of the spacer. സൈസ് ഓഫ് ദി സ്പേസർ. സ്പേസർ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. Larger spacer. സ്പേസർ ഡിവൈസ് Should not be regarded. Switch between spacer devices. സ്പേസർ ഡിവൈസസ്. അപ്പൊ എത്ര പ്രാവശ്യമായി? എത്ര സെന്റൻസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ? 1 2 3 4 5 6 7 8 9 1 2 3 4 5
6, 7, 8, 9. 9 പ്രാവശ്യമുണ്ട് അല്ലേ? 9 പ്രാവശ്യമുണ്ട്. എത്ര സെന്റൻസ് ഉണ്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1, 2, 3, 4, 5, 6 സെന്റൻസിൽ 6 സെന്റൻസിൽ 9 പ്രാവശ്യം ആ കീവേഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് കീവേഡ് ബേസ്ഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്പേസർ ഡിവൈസിനെ കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓരോ സെന്റൻസും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്പേസർ ഡിവൈസിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ പേഷ്യൻസിനെ കുറിച്ചോ ചിൽഡ്രനെ കുറിച്ചോ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ സ്പേസർ ഡിവൈസ് എന്നുള്ളതാണ് കീ ഫ്രേസ്. അതിനെക്കുറിച്ചുള്ള ആൻസർ ഓപ്ഷൻസ് മാത്രമേ ശരിയാവുകയുള്ളൂ. അപ്പൊ ഇവിടെ സ്പേസർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പകരം എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു അതെ, ഒരു പ്രോനൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ, അല്ലെ? റെഫറൻറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദേ എനേബിൾ എ പേഷ്യന്റ് ടു റിസീവ് മോർ ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. അത് എവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പം ഇവിടെ കണ്ടോ, ടോപ്പിക് സെന്റൻസ് സ്പേസർ ഡിവൈസ് റിമൂവ് ദ നീഡ് ഫോർ കോർഡിനേഷൻ ബിറ്റ്വീൻ. ഇതാണ് ഫസ്റ്റ് വൺ, ആണ് ടോപ്പിക് സെന്റൻസ്. അത് കഴിഞ്ഞ് ഒരു ട്രാൻസിഷൻ സിഗ്നൽ ഉണ്ട്. ട്രാൻസിഷൻ സിഗ്നൽസ് ഉള്ളിടത്ത് അത് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും അത് കഴിഞ്ഞ് ആൻസർ വരും. ഓക്കെ, അപ്പൊ ടോപ്പിക് സെന്റൻസ് കഴിയുമ്പോഴേ അത് കഴിഞ്ഞുള്ളതാണ് ദ ഡിവൈസ് അലോസ് മോർ ടൈം ഫോർ ഇവാപറേഷൻ ഓഫ് ദ പ്രൊപ്പല്ലന്റ് സോ ദാറ്റ് ലാർജർ പോർഷൻ ഓഫ് പാർട്ടിക്കിൾസ്. എന്തിന്റെ സിനോണിം ആണത്? മെഡിസിൻ. Prescribed medicine. More Medicine. മോർ ഓഫ്. ലാർജർ പോർഷൻ എന്ന് പറഞ്ഞാൽ മോർ ഓഫ്. പ്രിസ്ക്രൈബ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. അപ്പൊ ഇതിന്റെ സിനോണിമസ് ആണ്. അതായത് ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ദ പാർട്ടിക്കിൾസിന്റെ സിനോണിമസ് ആണ് മോർ ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത്രയൊന്നും. നമ്മൾ പക്ഷെ നിങ്ങൾ പഠിക്കാൻ നേരത്തെ ഇതുപോലെയൊക്കെ അനലൈസ് ചെയ്തേ നിങ്ങൾ പോകാവൂ. പിന്നീട് ഇതൊന്നും ആവശ്യം വരികയില്ല. മനസ്സിലായോ? പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകും ഇത് 2 എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്നാ പറയണേ, ഒരു മനുഷ്യനെ കുറിച്ചും പട്ടിയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും പറയുന്നു. മനുഷ്യനെ കുറിച്ച് ചോദിച്ചു മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കും. പട്ടിയെക്കുറിച്ച് പട്ടിയുടെ സ്വഭാവം പൂച്ചയുടെ സ്വഭാവം അല്ല പറയേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ലേ? അറിയാവോ? അത്രയും സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളോട് ഈ OET-കാർ ചോദിക്കുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നാണം കേട് തോന്നുന്നു. എന്നിട്ട് നമ്മൾ പറയും ഇത് ബുദ്ധിമുട്ടാണ്, ഇത് പഠിപ്പിക്കാൻ തന്നെ നമുക്ക് നാണം കേട് തോന്നുന്നതാണ്. കാരണം ഞാനിത് പറയുന്നല്ല, ഇതൊന്നും സെലക്ട് ചെയ്ത ടെക്സ്റ്റുകളല്ല. നിങ്ങൾക്ക് ഇത് അഡ്മിൻസ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇത് തന്നിരിക്കും, വർക്കൗട്ടിന് തന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തേ ഉള്ളൂ. ആദ്യത്തെ ചൂസ് ചെയ്ത് അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും സമയം ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു 10-15 സെക്കൻഡ് പോലും വേണ്ട. ഈ ചോദ്യം വായിച്ച് അത് അബൌട്ട് സ്പേസർ ഡിവൈസസ് എന്ന് മനസ്സിലാക്കി, 3 ഓപ്ഷൻസ് എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി, പേഷ്യൻസ് ആണ്, ചിൽഡ്രൻ ആണ്, പിന്നെ ഒരെണ്ണം ദേ എന്ന് പറയുമ്പോൾ സ്പേസർ ഡിവൈസസ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാം. പിന്നീട് വേണമെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആൻസർ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. സ്പേസർ ഡിവൈസ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എന്താണെന്നറിയോ? ഈ സ്പേസർ ഡിവൈസസിനെ കുറിച്ച് പറയുമ്പോൾ സ്പേസർ ഡിവൈസ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ എന്തിനാണ്? ഫോർ പേഷ്യൻസ്. ആർക്കാണ് യൂസ്ഫുൾ എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഫോർ പേഷ്യൻസ് യൂസ്ഫുൾ ആണ്, ഫോർ ചിൽഡ്രൻ യൂസ്ഫുൾ ആണ്. ഏതാ യൂസ്ഫുൾ? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫോർ പേഷ്യൻസ് യൂസ്ഫുൾ ആണ്. അത് കഴിഞ്ഞ ഫോർ നോക്ടറൽ ആസ്മ അവർക്ക് യൂസ്ഫുൾ ആണ്. എല്ലാം ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ പേഷ്യൻസ് പ്രോൺ ടു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോർ ഉള്ളതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ആൻസർ കണ്ടുപിടിക്കാം. ഇതൊക്കെ അധികപ്പറ്റാണ്. നമുക്ക് ലാംഗ്വേജ് കോമ്പറ്റൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് 5 കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഓർ ഡിസഡ്വാൻറ്റേജസ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പം കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജിനെയാണ്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. 5. The email is reminding staff that the benefits to patients of using bed rails can outweigh the dangers. B. Number of bed rail related accidents has reached unacceptable levels. C. Patient's condition should be central to any decision about the use of bed rails. 2. All staff. Subject. Use of bed rails. Please note the following. Patients in hospital may be at risk of falling from bed for many reasons including poor mobility, dementia or delirium, visual impairment, and the effects of treatment or medication. Bed rails can be used as safety devices intended to reduce risk. However, bed rails aren't appropriate for all patients, and their use involves risks.
National data suggests around 1,250 patients injure themselves on bed rails annually, usually scrapes and bruises to their lower legs. Statistics show 44,000 reports of patient falls from bed annually, resulting in 11 deaths, while deaths due to bed rail entrapment occur less than 1 every 2 years, and are avoidable if the relevant advice is followed. Staff should continue to take great care to avoid bed rail entrapment, but be aware that in hospital settings there may be a greater risk of harm to patients who fall out of bed. ഇവിടെ എന്താണ്? The email is reminding staff that the ഞാൻ പറഞ്ഞ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നിടത്ത് ഇവിടെ ബെനിഫിറ്റ്സിനെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ എന്നാണ് കോൺസെപ്റ്റ് എന്നാണ്? കീ കോൺസെപ്റ്റ് എന്നാണ്? ബെഡ് റെയിൽസ് ആണ്. യൂസ് ഓഫ് ബെഡ് റെയിൽസ് ആണ് കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്ട് യൂസ് ഓഫ് ബെഡ് റെയിൽസ് ആണ്. അപ്പം ഇവിടെ പറയുന്ന എല്ലാം ബെഡ് റെയിൽസിനെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽ മേ ബി അറ്റ് റിസ്ക് ഓഫ് ഫാളിംഗ് ഫ്രം ബെഡ് ഫോർ മെനി റീസൺസ് ഇൻക്ലൂഡിംഗ് ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? റിസ്ക് ഓഫ് ഫാളിംഗ് ഫ്രം ബെഡ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ റീസൺസ് വായിക്കാൻ, മനസ്സിലാക്കാൻ ഇത് ആവശ്യമില്ല, ഇഗ്നോർ ചെയ്യാം. ആദ്യത്തെ വായനയിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം, അതിനെല്ലാം അങ്ങ് ഇഗ്നോർ ചെയ്തേക്കാം. അത് കഴിഞ്ഞ് പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽസ് മേ ബി അറ്റ് റിസ്ക് ഫോർ ഫാളിംഗ് ഫ്രം ബെഡ്. ഞാൻ നിങ്ങളുടെ ആ പാരഗ്രാഫ് സ്ട്രക്ചർ, ഡിഫറെന്റ് പാരഗ്രാഫ് ടൈപ്സ് ഓർക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലം ആണ് അല്ലെ? പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽ മേ ബി അറ്റ് റിസ്ക് ഫോർ ഫാളിംഗ് ഫ്രം ബെഡ്. ടോപ്പിക് സെന്റൻസ് ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെന്റൻസ് എന്തായിരിക്കും പറയുന്നത്? അതിന്റെ സൊല്യൂഷൻ അതിന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ബെഡ് റെയിൽസ് ക്യാൻ ബി യൂസ്ഡ് ആസ് സേഫ്റ്റി ഡിവൈസസ് ഇന്റൻഡ് ടു റെഡ്യൂസ് റിസ്ക്. അപ്പൊ ആ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ ആണ് ഇത്. അപ്പൊ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇതായിട്ട് വരും. അപ്പൊ ആദ്യം ഒരു പ്രോബ്ലം കൊടുത്തു, അത് കഴിഞ്ഞ് സൊല്യൂഷൻ പറഞ്ഞു, അതാണ് മെയിൻ ഐഡിയ അതിന്റെ. പക്ഷേ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് വരുമെങ്കിൽ എവിടെയായിരിക്കും ആൻസർ? കോൺട്രാസ്റ്റ് മുമ്പോ കോൺട്രാസ്റ്റ് കഴിഞ്ഞോ? കോൺട്രാസ്റ്റ് കഴിഞ്ഞാണ്. ഓക്കെ, കോൺട്രാസ്റ്റ് കഴിഞ്ഞ്. ഇനിയിപ്പം സംഭവിക്കുന്ന, നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ബെഡ് റെയിൽസ് ആറന്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് ദെയർ യൂസ് ഇൻവോൾവ്സ് റിസ്ക്. ബെഡ് റെയിൽസിന്റെ റിസ്കിനെ കുറിച്ച് പറയാം. ആദ്യം പറഞ്ഞു ബെഡ് റെയിൽ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബെഡ് റെയിൽസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് മുഴുവനും. എന്നിട്ട് പറയാണ് നാഷണൽ ഡേറ്റ. ഞാൻ പറഞ്ഞു വേറൊരു ഇതെന്നാ സ്ട്രാറ്റജി പറഞ്ഞത്? ആദ്യം പറഞ്ഞ 12 സ്ട്രാറ്റജീസിൽ എന്തേതാ? നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്വാൻറ്റേജസ്, അതോടുകൂടെ തന്നെ നമ്പേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കമ്പയർ ചെയ്യാണ് രണ്ടുകൂടെ അല്ലെ? രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് ബെഡ് റെയിൽസ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. ബെഡ് റെയിൽസ് ആറന്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് ദെയർ യൂസ് ഇൻവോൾവ്സ് റിസ്ക്. റിസ്കുകൾ സാധ്യതയുണ്ട്. എന്ത് റിസ്ക് ആണ്? നാഷണൽ ഡേറ്റ സജസ്റ്റ് അറൌണ്ട് 1,250 പേഷ്യൻസ് ഇൻജൂർ ദംസെൽസ് ഓൺ ബെഡ് റെയിൽസ് ആനുവലി. ഓക്കെ, യൂഷ്വലി സ്ക്രേപ്സ് ആൻഡ് ബ്രൂയിസസ്. 1,250 ബെഡ് റെയിൽസ് ഉള്ളത് കൊണ്ട് അവർക്ക് കാലൊക്കെ തട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. Statistics show that 44,000 reports of patient falls from the bed annually. ബെഡ് റെയിൽ വെക്കാത്തതുകൊണ്ട് എത്ര പേരെ പ്രശ്നം ഉണ്ടാക്കുന്നത്? 44,000. 44,000 ആണ്. ഡെത്ത് എത്രയാ? 11 deaths. While deaths due to bed rail entrapment occur less than 1 every 2 years. മറ്റേത് വർഷത്തിൽ 11 ഡെത്ത് ആണ്. ഇവിടെ 2 വർഷത്തിൽ 1 ഡെത്തേ ഉള്ളൂ. അപ്പൊ ഏതാണ് ബെറ്റർ? ബെഡ് റെയിൽ വെക്കുന്നതാണ് ഇല്ലാതാണ്? പിന്നെ ഇതൊക്കെ നിങ്ങൾ നേഴ്സുമാരോടും ഡോക്ടർമാരോടും ഏതൊക്കെ പ്രൊഫഷണലോട് പറഞ്ഞു തരേണ്ടത് വല്ല കാര്യമുണ്ടോ? ഈ പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയത്തില്ല ഇനി ബെഡ് റെയിൽ വെച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും ബെഡ് റെയിൽ വെക്കാതെ പറ്റൂല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ബെഡ് റെയിൽസ് ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ ഒരു ജനറൽ നോളജ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ബെനിഫിറ്റ്സ് ടു പേഷ്യൻസ് ഓഫ് യൂസിങ് ബെഡ് റെയിൽസ് ക്യാൻ ഔട്ട് വെയ് ദ ഡേഞ്ചേഴ്സ്. ബെഡ് റെയിൽസ് ഉപയോഗിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് ഡേഞ്ചേഴ്സിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിമെറിറ്റ്സിനേക്കാളും കൂടുതലാണ് അല്ലേ? അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല ഈ ഇത് വായിക്കുമ്പോൾ ബെനിഫിറ്റ്സ് ടു പേഷ്യൻസ് ഓഫ് യൂസിങ് ബെഡ് റെയിൽസ് ക്യാൻ ഔട്ട് വെയ് ദ ഡേഞ്ചേഴ്സ്. ഡേഞ്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ ബെഡ് റെയിൽസ് യൂസ് ചെയ്യുമായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ബെഡ് റെയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് 44,000 പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് 11 പേര് മരിക്കുന്നു. ബെഡ് റെയിൽ യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് 2 വർഷത്തിൽ ഒരാൾക്കേ മരിക്കുന്നുള്ളൂ താഴെ വീണ്. എന്നാണെങ്കിൽ ആരെങ്കിലും ബെഡ് റെയിൽ യൂസ് ചെയ്യുവോ? ബെഡ് റെയിലിന്റെ പേര് മനുഷ്യനെ കൊല്ലുന്നതായിരിക്കും അല്ലെ? അതുകൊണ്ട് നിങ്ങളുടെ ജനറൽ നോളജ് വെച്ചൊക്കെ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓപ്ഷൻസ് ഈ പാരഗ്രാഫിലേക്ക് വരുന്നതിന് മുമ്പ്
ഈ 3 ഓപ്ഷൻസ് ആണ് പറയുന്നത്. ബെനിഫിറ്റ്സ് ടു പേഷ്യൻസ് ഓഫ് യൂസിംഗ് ബെഡ് റെയിൽസ് ക്യാൻ ഔട്ട്വെയ് ദ ഡേഞ്ചേഴ്സ്. ബെഡ് റെയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും ഉപകാരമാണ് കൂടുതൽ. രണ്ടാമത്തെ നമ്പർ ഓഫ് ബെഡ് റെയിൽ റിലേറ്റഡ് ആക്സിഡന്റ്സ്. ഇവിടെ എന്താണ്? ഇവിടെ ബെനിഫിറ്റ്സ് ആണ് മെയിൻ ഫോക്കസ്. ബെനിഫിറ്റ്സ് ആണ് അല്ലെ? ഇവിടെ എന്താണ്? ബെഡ് റെയിൽ റിലേറ്റഡ് ആക്സിഡന്റ്സ് ആണ് ഫോക്കസ് അല്ലെ? ഇവിടെ പേഷ്യൻസ് കണ്ടീഷൻ ആണ് ഫോക്കസ്. ഇത് 3ആണ് ഫോക്കസ്. ഈ ഫോക്കസ് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. അത് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ വേറൊരു ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാവുന്ന എന്നാണ്? അബ്സല്യൂട്ട് ആണ്. അപ്പൊ അബ്സല്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അത് കാണുമ്പോഴേ ഇതെന്ത് ചെയ്യണം? കളഞ്ഞേക്കുക. പിന്നെ 2 ഇടയ്ക്ക് കിടന്ന് കളിച്ചാൽ മതിയല്ലോ. ഈ ബെഡ് റെയിൽസിനെ കുറിച്ച് പറയുന്നിടത്ത് ഇവിടെ ഈ യൂസിങ് ബെഡ് റെയിൽസ്, ബെനിഫിറ്റ്സ് ഓഫ് ബെഡ് റെയിൽസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ? ഇത് പേഷ്യൻസ് കണ്ടീഷൻ ആണ്. അപ്പൊ ബെഡ് റെയിൽസിനെ കുറിച്ച്, യൂസ് ഓഫ് ബെഡ് റെയിൽസിനെ കുറിച്ച് സബ്ജക്ട് ഉള്ളത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഐഡിയ ഉള്ളതിനകത്ത് പേഷ്യന്റ് കണ്ടീഷൻ ആയിരിക്കും മെയിൻ, ബെഡ് റെയിൽസ് ആരും മെയിൻ? ബെഡ് റെയിൽസ് ആണ്. ബെഡ് റെയിൽസ് ആണ്. പേഷ്യന്റ് കണ്ടീഷൻ ഒരു കോഷൻ ആയിട്ട് സിമ്പിൾ സെക്കൻഡറി ആയിട്ട് വരാം. പക്ഷെ പ്രധാനപ്പെട്ട ആശയം ബെഡ് റെയിൽസ് തന്നെയാണ്. യൂസസ് ഓഫ് ബെഡ് റെയിൽസ് ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ ഇതിന്റെ ബെഡ് റെയിൽസ് പറയുന്നത്. ഇവിടെ പറയുന്നത് പേഷ്യൻസ് കണ്ടീഷൻ ആണ് മെയിൻ കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ബെഡ് റെയിൽസ് എന്ന് പറയുന്ന കീ ഐഡിയ ഉള്ള, കീ ഫ്രേസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഐഡിയ, കൺട്രോളിംഗ് ഐഡിയ ഉള്ള ഒരു പാരഗ്രാഫില് ടോപ്പിക് സെന്റൻസ് അതാണ് പറയുന്നെങ്കിൽ ഒരിക്കലും പേഷ്യൻസ് കണ്ടീഷന് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയണത് ഇവിടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഫോക്കസും അല്ലെങ്കിൽ അബ്സല്യൂട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇവിടെ പോകേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ പോയി പരമാവധി അരച്ച് കലക്കി കുളിച്ച് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ കണ്ടോ ഇതെല്ലാം പറയുന്നുണ്ട്. 44,000 അതെല്ലാം ഞാൻ ഇപ്പൊ വായിച്ചാണ്. ഡെത്സ് ഡ്യൂ ടു ബെഡ് റെയിൽ എൻട്രാപ്മെന്റ് ഓക്കർ ലെസ് ദാൻ 1 in every 2 years. അപ്പൊ ആ നമ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജിയാണ്. അവിടെ ഫോക്കസ് ചെയ്തായിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പൊ ആ നമ്പറിനെ തപ്പിപ്പിടിച്ച് പെട്ടെന്ന് നമ്പറിൽ എന്താണ് വിളിച്ച് പറയുന്നത് എന്നൊക്കെ ഇത് കൂട്ട് ഒത്തിരി നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ സി പാർട്ടിൽ ഇത് തന്നെ വരാറുണ്ട്. ആൽക്കഹോൾ, ഡ്രിങ്കിങ് ആൽക്കഹോൾ അല്ലെ, ഹാർട്ട് എന്തോ ഇഫക്ട്സ് ഓഫ് ആൽക്കഹോൾ എന്നുള്ളതിനകത്ത് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2 drinks അല്ലെങ്കിൽ മോർ ദാൻ 2 drinks അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 6ാമത്തേലേക്ക് പോകാം. 6. What does this extract from a handbook tell us about analeptic drugs? They may be useful for patients who are not fully responsive. B. Injections of these drugs will limit the need for physiotherapy. C. Care should be taken if they are used over an extended period. Analeptic drugs, respiratory stimulants. Analeptic drugs have a limited place in the treatment of ventilatory failure in patients with chronic obstructive pulmonary disease. They are effective only when given by intravenous injection or infusion and have a short duration of action. Their use has largely been replaced by ventilatory support, however, occasionally when ventilatory support is contraindicated and in patients with hypercapnic respiratory failure who are becoming drowsy or comatose. Respiratory stimulants in the short term may arouse patients sufficiently to cooperate and clear their secretions. Respiratory stimulants can also be harmful in respiratory failure since they stimulate non-respiratory as well as respiratory muscles. They should only be given under expert supervision in hospital and must be combined with active physiotherapy. At present, there is no oral respiratory stimulant available for long-term use in chronic respiratory failure. ഇവിടെ ഇപ്പം what does the extract from a handbook tell us about analeptic drugs അല്ലെ? വീണ്ടും നോക്കിക്കേ അബൌട്ട് വന്നു. എത്ര എണ്ണത്തില ഇത് തന്നെ വരുന്നത്, എന്ത് രസമാണ്. അപ്പൊ ഇവിടെ അബൌട്ട് എന്ന് പറയുമ്പോൾ അനലറ്റിക് ഡ്രഗ്സ് പ്ലൂറൽ ആണ് അല്ലെ? അപ്പം ഇഞ്ചക്ഷൻസ് എന്നുള്ളത് ഇഞ്ചക്ഷൻസ് ഓഫ് ദീസ് ഡ്രഗ്സ് ഫോക്കസ് അതാകാൻ സാധ്യതയുണ്ടോ? ഇഞ്ചക്ഷൻ ആണ്. ഇവിടെ കെയർ ഷുഡ് ബി ടേക്കൻ ഇഫ് ദേ ആർ യൂസ്ഡ് ഓവർ എൻ എക്സ്റ്റെൻഡഡ് പീരിയഡ്. ഓക്കെ, കെയർ ആണ്. അപ്പം ഇവിടെ ഞാൻ പറയണേ അതൊന്നും നോക്കണ്ട. ഇപ്പൊ ടോപ്പിക് സെന്റൻസ് ഇതാണ് ടോപ്പിക് സെന്റൻസ്. അതായത് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ്സ് അനലപ്റ്റിക് ഡ്രഗ്സ് ഹാവ് എ ലിമിറ്റഡ് പ്ലേസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വെന്റിലേറ്ററി ഫെയിലിയർ ഇൻ പേഷ്യൻസ് വിത്ത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ലിമിറ്റഡ് ഉള്ളൂ എന്ന് പറയുന്നു. അതായത് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് അല്ല പറയുന്നത് അല്ലെ? ആദ്യത്തെ ടോപ്പിക് സെന്റൻസ് പോസിറ്റീവ് അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഇത് ചോദ്യം എന്താണെന്ന് പറഞ്ഞത് എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഓൺ ദ പോർഷൻ ആഫ്റ്റർ ദ കോൺട്രാസ്റ്റ് വേർഡ്. എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെല്ലാം പ്രിൻസിപ്പിൾ ഇതാണ്. കോൺട്രാസ്റ്റ് വേർഡ് കഴിഞ്ഞുള്ള ഭാഗത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ കോൺട്രാസ്റ്റ് വേർഡ് എവിടെയുള്ള? യെസ്, however അതാണ് കോൺട്രാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഒക്കേഷണലി, അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ആൻസർ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒക്കേഷണലി വെൻ വെന്റിലേറ്ററി സപ്പോർട്ട് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആൻഡ് ഇൻ പേഷ്യൻസ് വിത്ത് പ്രാക്ടീസ് റെസ്പിറേറ്ററി ഫെയിലിയർ who are becoming drowsy or composed, respiratory stimulants in the
ഷോർട്ട് ടേം മേ, ഷോർട്ട് ടേം ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ഷോർട്ട് ടേം? എന്താണ് ലിമിറ്റഡ് ഒന്ന് ഷോർട്ട് Limited. ടേം? അല്ലല്ല, എന്ത് സ്ട്രാറ്റജിയാണ്? എന്ത് സ്ട്രാറ്റജിയാണ്? ഇതിന്റെ എക്സ്റ്റെൻഡഡ് പീരീഡിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എക്സ്റ്റെൻഡഡ് പീരീഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഷോർട്ട് ടേമിന് യൂസ് ആവുകളെന്നാ. കെയർ ഷുഡ് ബി ടേക്കൻ ഇഫ് ദേ ആർ യൂസ്ഡ് ഓവർ എൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. ഇവിടെ എക്സ്റ്റെൻഡഡ് പീരീഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു സെന്റൻസ് ആണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നോടെ നഴ്സിംഗ് പഠിക്കണം. നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. ഈ സെന്റൻസിന്റെ അർത്ഥം എന്നാണ്? വെന്റിലേറ്ററി ഫെയിലിയർ ഇൻ പേഷ്യൻസ് വിത്ത് ക്രോണിക്. അതിന്റെ അർത്ഥം എന്നാ? ഈ അർത്ഥം ഹു ആർ നോട്ട് ഫുള്ളി റെസ്പോൺസീവ് എന്നുള്ളതുണ്ടോ അവിടെ? അതാ ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ബേസിക് മെഡിക്കൽ നോളജാ. ആ നോളജ് നിങ്ങൾക്ക് ഉണ്ട്. ഈ ടോപ്പിക് സെന്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി അതില്ലെങ്കിൽ, അവിടെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് എക്സെപ്ഷൻ ബേസ്ഡ് ആണ്. കാരണം ആദ്യം പറയുന്ന എല്ലാം നെഗറ്റീവ്. ദേ ആർ ഇഫക്റ്റീവ് ഓൺലി വെൻ ഗിവൻ ഇന്റർവെൻഷൻ, ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ. അതും പിന്നെ നെഗറ്റീവ് ആണ് പറയുന്നത് അല്ലെ? എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ല. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് എന്റെ ഷോർട്ട് ഡ്യൂറേഷന്റെ ഇവിടെ വീണ്ടും ഉണ്ട് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അത് വീണ്ടും നമുക്കറിയാം ഈ മൂന്നാമത്തെ ഓപ്ഷൻ എതിരാണ് അല്ലെ? എക്സ്റ്റെൻഡഡ് പീരീഡിനെതിരാണ്. ഓക്കെ, ടൈം എക്സ്പ്രഷൻ ആണ്. അപ്പം എവിടെ നിങ്ങൾക്ക് ഇതെല്ലാം their use has largely been replaced. പിന്നെ നെഗറ്റീവ് അല്ല പറയുന്നത്. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെന്റിലേറ്ററി സപ്പോർട്ട്. വീണ്ടും നെഗറ്റീവ് ആണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക കൊച്ച് നല്ല കൊച്ചാണ്, അല്ല ആ കൊച്ച് വളരെ മോശമാണ്, അവൾക്ക് ഇപ്പോൾ അടിക്കാൻ കഴിവില്ല, അവളെ കാണാൻ കൊള്ളിയില്ല, എല്ലാം പറഞ്ഞിട്ട് അവള് പക്ഷെ ഒരു മനുഷ്യ സ്നേഹിയാണ് എന്ന് പറയുന്നു. മനസ്സിലായോ? പക്ഷെ അവളൊരു ശരിക്കും ഒരു മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ എന്താ പ്രധാനപ്പെട്ടത്? മനുഷ്യ സ്നേഹിയാണ്. അത്രേ ഉള്ളൂ. ഇത് മറ്റു രീതിയിൽ വരാം. പോസിറ്റീവ് എല്ലാം പറഞ്ഞിട്ട് ഹൗവർ കൊടുക്കാം. അതായത് ഒരു കല്യാണ പ്രപ്പോസൽ ആണെന്ന് ചിന്തിച്ചു. ഇത് കൂട്ട് എക്സാമ്പിൾസ് ഞാൻ ഇത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സി പാർട്ടിലൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും. ബിയിലും ഇത് വരും. അതായത് ആ കൊച്ച് നല്ലപോലെ മിടുക്കിയാണ്, പഠിക്കാൻ റാങ്ക് സ്റ്റുഡന്റ് ആയിരുന്നു, അവൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്, അവള് എക്സ്ട്രാ കരിക്കുലർ സ്പോർട്സിൽ വളരെ ഫേമസ് ആയിരുന്നു, അവള് കാണാൻ നല്ല മിടുക്കിയാണ്, അവളുടെ പേരൻസ് നല്ല ഫൈനാൻഷ്യൽ ആയിട്ട് നല്ല സൗണ്ട് ആണ്. എന്നിരുന്നാലും നമുക്ക് ഈ പ്രപ്പോസൽ വേണ്ട. എന്നിരുന്നാലും നമുക്ക് ഈ പ്രപ്പോസൽ വേണ്ട. എന്നോ പ്രധാനപ്പെട്ട എന്നാ അവിടെ പ്രപ്പോസൽ വേണ്ട എന്നുള്ളതല്ലേ? പ്രപ്പോസലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാം ഹൗവർ ഈ പ്രപ്പോസൽ വേണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാലോ ഫോക്കസ് എന്താണ്? പ്രപ്പോസൽ വേണ്ട എന്നുള്ളത് അല്ലെ? അപ്പോൾ അതാണ് ശരിക്കും ഈ കോൺട്രാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണ്. ഈ അവസാനം പറഞ്ഞാണ് എക്സെപ്ഷൻ. ഇഞ്ചക്ഷൻസ് ഓഫ് ദീസ് ഡ്രഗ്സ് വിൽ ലിമിറ്റ് ദ നീഡ് ഓഫ് ഫിസിയോതെറാപ്പി. ഇവിടെ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് മെയിൻ സംഭവം അല്ലെ ഇവിടുത്തെ. ഇവിടെ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചക്ഷൻസും കെയറും ഒക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടോപ്പിക് സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് മെഡിക്കൽ നോളജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തായി പറയുന്നതെന്ന്. അതായത് നോട്ട് ഫുള്ളി റെസ്പോൺസീവ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും ഹൗവർ കഴിഞ്ഞ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ? ഇതും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് റെസ്പോൺസീവ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺട്രാൻഡിക്റ്റഡ് പേഷ്യൻസ് വിത്ത് hypercapnic respiratory failure who are becoming drowsy or comatose അല്ലെ അവിടെ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇവിടെ മേ ഉണ്ട്. ഇവിടെ ഒരു മേ ഉണ്ട്. ഇനി അതൊന്നും പോരായെങ്കിൽ വേറൊരു ക്ലൂ കൂടെ എടുത്തോ. ഇവിടെ എന്നാ എവിടെയാ മേ ഉള്ളത്? മേ എറോസ്. ഇനി അത് വേണമെങ്കിൽ അതുകൂടെ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ ക്ലൂസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പിന്നെ മസ്റ്റ് ബി കമ്പൈൻഡ് വിത്ത് ഇതുണ്ട്. രണ്ടാമത്തേന് ലിമിറ്റഡ്. ഇതെല്ലാം ഇഞ്ചക്ഷൻസ് അതൊന്നും അല്ലെങ്കിൽ ലിമിറ്റ് ദ നീഡ് ഫോർ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നിടത്ത് മസ്റ്റ് ബി കമ്പൈൻഡ് വിത്ത് അഡ്വൈസ് ആക്റ്റീവ് ഫിസിയോതെറാപ്പി. ടെക്സ്റ്റ് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലെ? ഇനി അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ നോ ഓറൽ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് അവൈലബിൾ ഫോർ ലോങ് ടേം യൂസ്. ഇവിടെ എക്സ്റ്റെൻഡഡ് പീരീഡ് എന്ന് പറയുന്നുണ്ട്, അത് എതിരാണ്. അപ്പൊ ഇവിടെ ഷോർട്ട് ടേം വന്നു, ഷോർട്ട് ടേം ഡ്യൂറേഷൻ വന്നു. പിന്നെ എവിടെ വന്നേ? ഇവിടെ ഉണ്ട് ഷോർട്ട് ടേം. ഓക്കെ, ദ ഷോർട്ട് ടേം. അപ്പൊ മൂന്നിടത്ത് ഷോർട്ട് ടേം വരുന്നത്. ഇവിടെ മാത്രം ചോദ്യത്തിൽ ആൻസർ ഓപ്ഷനിൽ മാത്രം എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. ഇവിടെ ഇത് നെഗറ്റീവ് ആയിട്ട് പറയാൻ നോ ഓറൽ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് അവൈലബിൾ ഫോർ ലോങ് ടേം യൂസ്. ലോങ് ടേം യൂസിന് എക്സ്റ്റെൻഡഡ് പീരീഡിന് അവൈലബിൾ അല്ല എന്ന് പറയുന്നു. അതൊക്കെ ഞാൻ പറയുന്നത് അതൊന്നും OET ആവശ്യമില്ല. ഈ എക്സ്പ്ലനേഷന് ഈ അനാലിസിസ് ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബേസിക് ലെവലിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ഒരു ചോദ്യം ഒരു 30 സെക്കൻഡ് മാക്സിമം പോയാൽ 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ തീർക്കും. അറ്റ്ലീസ്റ്റ് 5 എണ്ണം നിങ്ങൾ തീർക്കും. ഒരെണ്ണം ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് വന്നിട്ട് പിന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും.
ഒരു സിനിമ കണ്ടിട്ട് വരാനുള്ള സമയം ഉണ്ടാവും എക്സാം തരുന്നതിനിടയ്ക്ക്. ക്ലിയർ ആണോ? Yes. അപ്പൊ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങൾ ലിങ്ക് തന്നിട്ടാ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ തീർന്നില്ല. അപ്പൊ കോളം ഒന്നും ഫുൾ ആയില്ല. അപ്പൊ ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താണ്? ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് ആണ് അല്ലെ? എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ദ പോർഷൻ ആഫ്റ്റർ ദ കോൺട്രാസ്റ്റ് വേർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തെങ്കിലും. കീവേഡ് ബേസ്ഡ് അല്ലെങ്കിൽ അബൌട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ കീവേഡ് ഓർ ഫ്രേസ്. പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് അല്ലെങ്കിൽ ജിസ്റ്റ്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നിടത്ത്. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദ കൺക്ലൂഷൻ. അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇൻഫറൻസ് എന്നാണ്, ഡിഡക്ഷൻ, ഇൻഡക്ഷൻ. ഇന്നലത്തെ ഇല്ലെങ്കിൽ ആ വീഡിയോയിൽ നോക്കിയാൽ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട്. ഫാദർ, ഇത് ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോക്കസ് ഓൺ ടോപ്പിക് സെന്റൻസ് ആണോ? ടോപ്പിക് സെന്റൻസ്. ഓക്കെ, താങ്ക് ജിസ്റ്റ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ആ പാരാഗ്രാഫിന്റെ ജിസ്റ്റ് ആണ്. IELTS നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഹെഡിങ്, സെലക്ട് ദ ഹെഡിങ്സ് എന്ന് പറഞ്ഞു വരും. അപ്പൊ ശരിക്കും ആ ടോപ്പിക് സെന്റൻസിന്റെ പാരാഫ്രൈസിംഗ് ആയിരിക്കും കറക്റ്റ് ഹെഡിങ്. ഓക്കെ, താങ്ക് യു. ഫാദർ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ ഫാദർ? അതില് സെക്കൻഡ് ഓപ്ഷനില് മറ്റേ അബ്സല്യൂട്ട് വേർഡ് ഏതാ ഫാദർ? എനിക്ക് അതിൽ മനസ്സിലായിട്ടില്ല, അതൊരു ഡൗട്ട്. അൺഅക്സെപ്റ്റബിൾ ലെവൽസ്. അൺഅക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ലെവല്. ദാറ്റ് മീൻസ് നൺ, റൈറ്റ്? നന്നെന്നല്ല, നന്നെന്നാകാം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒന്നിലെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇത് രണ്ടും കറക്റ്റ് ആൻസർ അല്ല. രണ്ട് എക്സ്ട്രീംസ് വരാൻ പാടില്ല. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ബെഡ് റെയിൽസ് ഉപയോഗിക്കാം എന്ന് പറയുന്നെങ്കിൽ അത് റോങ് ആണ്. കാരണം എല്ലാ സാഹചര്യങ്ങളിലും പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അതിന്റെ അടുത്ത എക്സ്ട്രീം തന്നെ ഒരിക്കലും ബെഡ് റെയിൽസ് ഉപയോഗിക്കാൻ പാടില്ല. ചിലർ പറയുന്നത് കേട്ടില്ല, ബെഡ് റെയിൽസ് കൊണ്ട് ഒരു കാല് തട്ടി പൊട്ടി അത് കഴിയുമ്പോൾ പറയുന്നത് ഇനി ജീവൻ പോയാ ബെഡ് റെയിൽസ് ഉപയോഗിക്കാൻ പാടില്ല, ഒരു പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിയാണോ? പറച്ചില്ല ആ സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ഞാൻ പറഞ്ഞേ അൺഅക്സെപ്റ്റബിൾ ലെവൽ എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് അങ്ങേ ആശാന്റെ നെഞ്ചത്തല്ലേ അല്ലെങ്കിൽ കളറിക്ക് പുറത്താണോ? ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഒബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത് ഒന്നിലെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അങ്ങേ എക്സ്ട്രീം അല്ലെങ്കിൽ ഇങ്ങേ എക്സ്ട്രീം, രണ്ടും ഏത് വന്നാലും രണ്ടും എലിമിനേറ്റ് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. ഫാദർ, ഈ എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻസിന് നമ്മള് മീൻസ് കോൺട്രാസ്റ്റ് കഴിഞ്ഞുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, മെയിൻ ആയിട്ട് ആൻസറിന് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ആദ്യമുള്ള ആളാണെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്ന നല്ലതാണ് കേട്ടോ. കുറച്ച് ബേസിക് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ. ഇത് ബിഗിനേഴ്സിനുള്ള അതാണ് ചോദിച്ചത്. കോൺട്രാസ്റ്റ് വേർഡ്, എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കോൺട്രാസ്റ്റ് വേർഡ് കഴിഞ്ഞ് വരുന്നത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. ഈ എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അതാ ചോദ്യത്തിന്റെ ഇതിൽ നിന്ന് മനസ്സിലാകും. ചോദ്യത്തിന്റെ ഹെഡിങ് വേർഡിൽ നിന്നും ഓപ്ഷൻസ് കാണുമ്പോഴും മനസ്സിലാകും എക്സെപ്ഷൻ ബേസ്ഡ് ആണോ അല്ലയോ എന്ന്. കാരണം ഇല്ലെങ്കിൽ ടോപ്പിക് സെന്റൻസ് വായിക്കുമ്പോഴേ മനസ്സിലാകും. ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ടോപ്പിക് സെന്റൻസ് പറയുന്ന മുഴുവനും നെഗറ്റീവ് ആയിരുന്നു അല്ലെ? ടോപ്പിക് സെന്റൻസും അതിന്റെ എക്സ്പ്ലനേഷൻ ആദ്യത്തെ പാരാഗ്രാഫ് മുഴുവനും ആ കാര്യത്തെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ ചോദ്യം പോസിറ്റീവ് ആണ്. ചോദ്യവും അതിന്റെ ആൻസർ ഓപ്ഷൻസും പോസിറ്റീവ് ആണ്. മനസ്സിലായോ? തിരിച്ചും വരാം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ചോദ്യം എങ്ങനെയാണ്? ഈ കല്യാണ ആലോചന വേണ്ട എന്ന് വെച്ചു. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ നല്ല കാര്യങ്ങളാണ് പറയണ്ടേ. ആ കൊച്ചി കാണാൻ പിടിക്കുകയായിരുന്നു, ആ കൊച്ചിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കൊച്ചിന്റെ കുടുംബ പശ്ചാത്തലം നല്ലവണ്ണമെന്നൊക്കെ കാരണമാകുമോ? ഇല്ല. അത് കഴിഞ്ഞ് പറയും എന്നാലും ആ കൊച്ചിന് മൂക്കിന്റെ അറ്റത്ത് ദേഷ്യം, അതുകൊണ്ട് നമ്മുടെ മൂക്ക് അടിച്ചു വരുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പ്രൊപ്പോസൽ വേണ്ട. അപ്പം നമുക്കറിയത്തില്ലേ, ഈ അവസാനം കഴിഞ്ഞ് വരുന്നതാണ്, ഹൗവർ കഴിഞ്ഞ് കോൺട്രാസ്റ്റ് വേർഡ് കഴിഞ്ഞ് വരുന്നതാണ് കാരണം എന്നുള്ളത് അറിയത്തില്ലേ? അപ്പൊ മോൾ ടെൻഷൻ അടിക്കണ്ട, ഇച്ചിരി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓടിച്ചെന്ന ഒരു മെറ്റീരിയൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം ഒന്നും കിട്ടിയില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള കോമ്പറ്റൻസി ആയി വരണം ഗ്രാജുവൽ ആയിട്ട്. പക്ഷേ ഇപ്പൊ ഞാൻ എത്ര മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു നോക്കി. ഈ PPT ഇന്നലെ കാണിച്ച PPTകളാണോ ഇന്ന് കാണിച്ചത്? അല്ല, ഇന്നലെ കാണിച്ചതൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു. അത് പിന്നെ എല്ലാം നോർമൽ ആക്കണ്ടേ ഇന്നിപ്പോ കാണിക്കണമെങ്കിൽ? ഇന്നലെ എല്ലാം ഹൈലൈറ്റ് ചെയ്തായിരുന്നല്ലേ? അപ്പൊ ഇന്ന് അതിനുവേണ്ടി വീണ്ടും പണിയെടുത്തു ഞാൻ.
അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി മണിക്കൂർ കണക്കിന് പണിയുന്നു, ഇതെല്ലാം റെഡിയാക്കുന്നു, ക്ലാസ് എടുക്കാൻ മണിക്കൂറുകളും ചിലവാക്കുന്നു, അത് കഴിഞ്ഞ് 5-6 മണിക്കൂർ ഇത് എഡിറ്റ് ചെയ്യാൻ ചിലവാക്കുന്നു, മൊത്തത്തിൽ ഒരു 15 തൊട്ട് 20 മണിക്കൂർ ഒരു മെറ്റീരിയൽ ഞാൻ ചിലവഴിക്കുന്നു. നിങ്ങൾ 20 മണിക്കൂർ വേണ്ട, 2 മണിക്കൂർ OET പഠിക്കുന്നവര് ഈ ഒരു ബി പാർട്ടിൽ ചിലവഴിക്കുമോ? ഇല്ല. ഇത് ചെയ്തു, ടിക്ക് ചെയ്തു, വലിച്ചെറിഞ്ഞു. പിന്നെ എങ്ങനെ കോമ്പിറ്റൻസി ഉണ്ടാവും? സ്കോർ അല്ല പ്രശ്നം, നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഓപ്ഷനും എടുത്ത് എലിമിനേറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം ആരംഭത്തില്. മനസ്സിലായോ? ആരംഭത്തിൽ അത് ആവശ്യമാണ്, പിന്നീട് ആവശ്യം വരികയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം വരെ ഈ പറയുന്ന ചുറ്റിക്കളിയായിരിക്കും, കറക്കിക്കുത്തും പരിപാടിയും ഒക്കെ ആയിട്ട് പോകും. അവസാനം എക്സാമിന് ചെന്ന് കറക്കിക്കുത്തും, അവരൊന്ന് കറക്കും നിങ്ങളെ, പിന്നെ കരഞ്ഞു പിടിച്ച് വരും, പിന്നെയും പോകും, എഴുതും, വരും, പിന്നെയും പോകും, എഴുതും, വരും. എന്റെ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നു. അവരുടെ ഏറ്റവും വലിയ അവകാശവാദം ഇത് 3ാമത്തെ പ്രാവശ്യമാണ്, അതുകൊണ്ട് ഉടനെ ഞാൻ എഴുതാൻ പോവാ. 3ാമത്തെ പ്രാവശ്യമല്ല, 30ാമത്തെ പ്രാവശ്യമാണല്ലേ, കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. ഏതാ കോഷൻ എന്ന് പറഞ്ഞാല് ഞാൻ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്താണ്, ഒന്നോടെ പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ ഡയബറ്റിക് കൺട്രോളിനെ കുറിച്ച്, മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിക്സിനെ കുറിച്ച് പറയാന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറയും? ഡയറ്റ്, ഡെയിലി എക്സസൈസ്, വർക്ക്ഔട്ട്, പിന്നെ മെഡിക്കേഷൻ അല്ലേ? അപ്പം ഈ ഡയറ്റിനെ കുറിച്ച് പറയാൻ നേരത്ത് കാര്യങ്ങളെല്ലാം പറയും, എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യണം, യോഗ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ചിലപ്പം പറയും ഇതൊരു ട്രെയിനറിന്റെ കീഴിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മനസ്സിലായോ? ഈ എക്സസൈസുകളൊക്കെയും യോഗയൊക്കെയും ഷുഡ് ബി ഡൺ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ട്രെയിനർ. അതൊരു കോഷനാണ്. അല്ലെങ്കിൽ ഡയറ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് പറയാ ഡയറ്റീഷ്യന്റെ ഗൈഡൻസ് അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരു കോഷനാണ്, ഒരു വാണിംഗ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റും? തടി കുറയ്ക്കാൻ പോയിട്ട് തടി കൂടും അല്ലേ? അതുപോലെ തന്നെ മെഡിക്കേഷൻ. അപ്പം വാണിംഗ് എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവസാനം ഒരു കോഷൻ കൊടുക്കും, ഒരു വാണിംഗ്. അത് അവസാന പോർഷനിലായിരിക്കും വരുന്നത്. പൊതുവെ അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാറില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ നേരത്തെ ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് കളക്ട് ചെയ്തേ. ഇപ്പൊ പേർപ്പസ് ബേസ്ഡ് വരുന്നത്, അല്ലെങ്കിൽ എന്നാ പറയുക ഇൻഫറൻസിൽ വരുന്നത്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റിൽ വരുന്നത്, അങ്ങനെയുള്ളതെല്ലാം ഒന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. ഞാനിപ്പോ 2-3 കളക്ട് ചെയ്ത് കാണിച്ചില്ലേ, അബൌട്ട് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും ഇതെല്ലാം സംബന്ധിച്ച് ഒറ്റ സ്ട്രാറ്റജി യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ചോദ്യം കാണുമ്പോഴേ നിങ്ങളെ കൊടുക്കാനുള്ള കുനിഷ്ഠ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ കുനിഷ്ഠമായിട്ടല്ലേ നിങ്ങൾ ഇല്ലെന്നേ. നിങ്ങൾ അവരെ അന്നേരം നിങ്ങളുടെ കുനിഷ്ഠ ഇതാണല്ലോ, എന്റെ അടുത്ത് ഈ കളി നടക്കില്ലെന്ന് പറഞ്ഞ് അന്നേരം മാർക്ക് ചെയ്യും. ശരിക്കും ക്ഷമയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയണ ഈ എക്സാം ഹാളിൽ ഇരുന്ന് എന്നാ ചെയ്യേണ്ടതെന്നും കൂടി കിട്ടിയല്ല. നമ്മുടെ സ്റ്റുഡൻസ് ചിലർ അങ്ങനെ പറഞ്ഞവരുണ്ട്. എ പാർട്ടൊക്കെ 7 മിനിറ്റ് തീർത്തവരുണ്ട്. എന്നിട്ട് റീചെക്ക് എല്ലാം കഴിഞ്ഞ് മൊത്തം തപ്പിപ്പറക്കി എല്ലാം അരിച്ചു പറക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് 10 മിനിറ്റേ ഉള്ളൂ, പിന്നെ 5 മിനിറ്റ് ബാക്കി. എന്ത് ചെയ്യും? ഒട്ടവും നീളം നോക്കുമ്പോൾ എല്ലാവരും ശക്രശ്വാസം വലിക്കുന്നു. എന്ന് പറയുന്ന പോലെ ബിയും സിയും ഒക്കെ തീർത്തേച്ച് ഇങ്ങനെ കുത്തിയിരിക്കാം, വട്ടം നോക്കി എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതും വേർക്കുന്നതും കണ്ണു മിഴിക്കുന്നതും ഒക്കെ നോക്കി എൻജോയ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ അതിന് ക്ഷമ വേണം. വേറെ എന്തെങ്കിലും ചോദിക്കാം?